വലിയൊരു പാടശേഖരം, അതിന് നടുക്ക് ഒരു തുരുത്ത്. അവിടെയായിരുന്നു വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്നത്. അവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ച ഏറെ ഞെട്ടിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ പിൻഭാഗത്തായാണ്. ഇവിടുത്തെ കാഴ്ചകൾ നമ്മളെ വേദനിപ്പിക്കുന്നു. വലിയ രീതിയിലുള്ള സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള കാഴ്ചകളാണിതൊക്കെ. 14 പേർക്കാണ് ഞൊടിയിടയിൽ ജീവൻ നഷ്ടമായത്. പലരുടെയും ശരീരഭാഗങ്ങൾ ചിന്നിച്ചെതറിയ നിലയിലായിരുന്നു. മുണ്ടത്തിക്കോട് പാടശേഖരത്ത് നടത്തിയിട്ടുള്ള പരിശോധനയിൽ പലരുടെയും ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. ചിലയിടങ്ങളിൽ പേശിയോട് ചേർന്ന ഭാഗങ്ങളുണ്ട്, മാംസഭാഗങ്ങൾ മാത്രം കണ്ടെത്തിയതുമുണ്ട്. പലപ്പോഴും മാധ്യമപ്രവർത്തകർ നടക്കുന്ന അവർക്ക് പോലും ഇങ്ങനെ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ വിവരങ്ങൾ കൈമാറുകയും അവരെത്തിക്കൊണ്ട് അത് എടുത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കടാവർ നായകളെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിലും നിരവധിയായിട്ടുള്ള ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. ഈ അപകടത്തിൻ്റെ തോത് എത്രമാത്രമായിരുന്നു എന്നതിനെ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ അത് ഭീതിപ്പെടുത്തുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വലിയ മരമാണ്. ആ മരമൊക്കെ കടപുഴകി വീണിരിക്കുന്നു. അതുപോലെ തന്നെ പല മരങ്ങളുടെയും ശിഖരങ്ങൾ തെറിച്ചിരിക്കുന്നു. അത് സമീപത്തെ പാടശേഖരത്തിലേക്ക് ഏകദേശം 300 മീറ്ററോളം അകലയിലേക്ക് പോലും അത് ചിന്നി തെറിച്ച ആ ഒരു കാഴ്ചയാണ് കാണാനാവുന്നത്. അപ്പോൾ എത്രമാത്രം വലുതായിരുന്നു ആ സ്ഫോടനം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും വലുതാണ്, അതിനും അപ്പുറമാണ്. വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സമയത്ത് പോലും ഇതിനകത്ത് ഈ എക്സ്പ്ലോസീവ് വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതാണ്, സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ സിറ്റി കമ്മീഷൻ എത്തിക്കൊണ്ട് പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്ക് ശേഷം 200 മുതൽ 300 കിലോഗ്രാം വരെ ഇപ്പോഴും ഇതിനകത്ത് സ്ഫോടന വസ്തുക്കൾ ഉണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അത് ഇവിടുന്ന് എടുത്തു മാറ്റും, പിന്നീട് അത് നിർവീര്യമാക്കും. അങ്ങനെ ആ ഭാഗത്തേക്ക് അത് പിന്നീട് മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത്, വിശദമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സർക്കാർ നിയോഗിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അംഗം ഇവിടെ എത്തിക്കൊണ്ട് പരിശോധന നടത്തുകയും ചെയ്യും. ഏതായാലും ഈ ഒരു മേഖല പ്രത്യേക സുരക്ഷാ കേന്ദ്രമാക്കി മാറ്റും. AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് കൈമാറും. അവർക്കായിരിക്കും ഇതിൻ്റെ സുരക്ഷാ ചുമതല ഉണ്ടാവുക. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് പോലും നിരവധിയായിട്ടുള്ള സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ഉണ്ടായിട്ടുള്ള അതിൻ്റെ ബാക്കി പത്രങ്ങൾ കാണാനാകുന്നുണ്ട്. പല തരത്തിലുള്ള പല വലുപ്പത്തിലുള്ള സ്ഫോടന വസ്തുക്കളാണ് ഇതെല്ലാം. ഇതിനകത്തായിരുന്നു ഈ സ്ഫോടന വസ്തുക്കളെല്ലാം സൂക്ഷിക്കുകയും ചെയ്തിരുന്നത്. അത് പൊട്ടിത്തെറിച്ച് ഏറെ മീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് അത് തെറിച്ചു വീണിട്ടുമുണ്ട്. ഞാനിപ്പോൾ നടക്കുന്ന ഈ പാടഭാഗത്തു നിന്ന് പോലും ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. ചിലതിനകത്തൊക്കെ പേശി ഭാഗങ്ങളുണ്ട്, മറ്റതൊക്കെ പലതും മാംസഭാഗങ്ങൾ മാത്രമാണ്. അങ്ങനെ വലിയ വേദനിപ്പിക്കുന്ന അതുപോലെ ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉള്ളത്. മുണ്ടത്തിക്കോട് പാടശേഖരത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വിപുലമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. ആ വേളയിലും നിരവധിയായിട്ടുള്ള ശരീരഭാഗങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത്തരം ഒരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയും ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദേവസ്വങ്ങളും ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരുടെയൊക്കെ ഇടപെടൽ അനിവാര്യമാണ്. തൃശ്ശൂരിൽ നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.